ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു 25 ദിവസം, ഈ ഒരു ഡിസംബർ 25 വേണ്ടി മാത്രമാണോ, ഈ ഡിസംബർ 25 മാത്രമാണോ ഈശോ നമ്മുടെ അടുത്തേക്ക് വരുന്നത്? അല്ല, എല്ലാ ദിവസവും ഈ യോഹന്നാൻ 1:11 എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വചനം മാംസം ധരിക്കുന്നതാണ്. എല്ലാ ദിവസവും ഈശോ നമ്മളെ അടുത്താകാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ അടുത്തേക്ക് സ്നേഹിച്ച് ചേർന്നിരിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്, ഡു യു റിസീവ്? ഈശോയെ സ്വീകരിക്കുന്നുണ്ടോ? എൻ്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, കൊതി പിടിക്കുന്ന ഈശോയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. നമ്മളെല്ലാവരും വ്യക്തിപരമായിട്ട് അന്ന് ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ്. അവൻ തൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. ക്രിസ്മസിന് വേണ്ടി മാത്രമല്ല, എല്ലാ ദിവസവും നമ്മുടെ വചന വായനയിൽ, എല്ലാ ദിവസവും ബലിയർപ്പിക്കുമ്പോൾ, നമ്മുടെ പേഴ്സണൽ പ്രയറിലൊക്കെ ഈശോയോട് ഒരു പ്രയോറിറ്റി കൊടുക്കുക, ഈശോയ്ക്ക് ഒരു 1ാം സ്ഥാനം കൊടുക്കുക. ഈശോ അടുത്തേക്ക് വരുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി റെഡിയാവുക. എപ്പോഴും ഈശോ റെഡിയാണ് നമ്മളെ അടുത്തേക്ക് വരാൻ വേണ്ടി. സ്വീകരിക്കാൻ ആരാ റെഡിയാണെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലുമൊക്കെ തുറന്നു തരുന്നുണ്ടോ? നമ്മളിത് തുറന്നു കൊടുക്കണം. ഡിസംബർ 25 എല്ലാ ദിവസവും ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിന്റെ വാതിൽ തുറന്നിടണം. ഈശോയെ കം ആൻഡ് റൂൾ. ഈശോയെ നീ വന്ന് സ്നേഹിച്ച് എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാൻ പറയുക.